നമസ്കാരം ചങ്ങാതിമാരെ. അടുത്തതും ഒരു ഓട് പണി ഇത് പൊളിച്ചു തുടങ്ങി. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഭരത എന്ന് പറയുന്ന സ്ഥലത്താണ്, ആലങ്ങാട് ഭരത. ഞങ്ങൾ രണ്ടുപേരുണ്ടായുള്ളൂ. കാലത്തഞ്ച് ചെന്ന ഒരു സൈഡിൽ നിന്ന് പതുക്കെ പൊളിച്ചു തുടങ്ങി. ചൂടിനും വെയിലിനും ലേശം സമാധാനമുള്ളൊരു സ്ഥലമായിരുന്നു. ഈ ഷീറ്റടക്കം പൊളിക്കണം, അവിടെ വേറെ പരിപാടികളുണ്ട്. പിന്നെ രണ്ടുപേരുള്ളെങ്കിലും വീട്ടുകാർ നല്ല രീതിയിൽ സഹകരിച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 11:30 കൂടി ഓട് ഇറക്കി കഴിഞ്ഞു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ജാതിയും വലിയൊരു പുളിമരമൊക്കെ ഉള്ള കാരണം നല്ല തണലുണ്ടായിരുന്നു. അത് കാരണം ഓടൊക്കെ ഇറക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വെള്ളം കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക്. അതായത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ചെന്ന് മരം പൊളിക്കാൻ തുടങ്ങി. മരം വളരെ വേഗത്തിൽ തന്നെ പൊളിക്കാൻ പറ്റി നമുക്ക്. കാരണം ആണിയൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കാനും പട്ടികൾ വേഗം കിട്ടി. ഇത് അവസാനം ഉത്തരർക്കാണ് കാഴ്ചയാണ്. രണ്ടുപേരും കൂടി മരം പൊളിച്ചിറക്കി ഓടൊക്കെ ഇറക്കി ഏകദേശം ഒരു 5 മണിയോട് കൂടി പണി തീർത്ത് പോകുന്ന അവിടെ നിന്ന്. അങ്ങനെ പൊളിച്ച് കഴിഞ്ഞു. നമസ്കാരം ഉണ്ട് ചങ്ങാതിമാരെ. ഇന്നോട്ട് ഇവിടെ ഫ്രെയിം വർക്ക് തുടങ്ങി. രാവിലെ ചെന്ന വഴിക്ക് ബീം അങ്ങോട്ട് ലെവൽ ചെയ്യണ കാഴ്ചയാണ് കാണുന്നത്. 2 ലെയർ ബീം വരുന്നുണ്ട്. ബീം ലെവൽ ചെയ്തതിന് ശേഷം ഡ്രസ്സിൻ്റെ അളവ് എടുത്ത് ഡ്രസ്സ് സെറ്റ് ചെയ്തു. 3 മെയിൻ ഡ്രസ്സാണ് വരുന്നത്. 3 ഇഞ്ച് ട്യൂബും 1 ഇഞ്ച് സ്ക്വയർ ട്യൂബാണ് അവർ എടുത്തിട്ടാണത്. വലിയൊരു പുളിമരമുള്ള കാരണം തണൽ നല്ല ഉപകാരമായി ഞങ്ങൾക്ക്. അതിൻ്റെ ചുവട്ടിലിട്ടാണ് ഡ്രസ്സ് സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ. കാലത്തെ ചായ വന്നു. ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലത്ത്. ചൂട്ടത്ത് ചായ കുടിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു, എന്നാലും കിട്ടിയതല്ലേ, കുടിച്ചു. ഇത് ഡ്രസ്സ് സെറ്റിങ് കഴിഞ്ഞിട്ട് ഫുൾ വെൽഡ് ചെയ്യണ പരിപാടിയാണിത്. ഫുൾ വെൽഡ് കഴിഞ്ഞ് നേരെ ഡ്രസ്സ് കയറ്റി തുടങ്ങി. 3 മെയിൻ ഡ്രസ്സുള്ള കാരണം ഡ്രസ്സ് കയറ്റലൊക്കെ വേഗം കഴിഞ്ഞു. ഡ്രസ്സ് കയറ്റി തുടങ്ങുമ്പോഴത്തേനും അത്യാവശ്യം തിരക്കേടില്ലാത്ത ചൂടായി തുടങ്ങി. ഏകദേശം 11 മണിയോട് കൂടി നമ്മൾ ഇറങ്ങി കാലത്ത്. കാരണം വെയിൽ ഉച്ച തുടങ്ങിയപ്പോൾ ഭയങ്കര ചൂടായി. 11:30 പണി നിർത്തുമ്പോഴുള്ള രൂപമാണിത്. ഇത്ര ആക്കിയിട്ട് ഞങ്ങൾ 11:30 പണി നിർത്തി. ആൾക്കാർ ചോദിക്കും നിങ്ങളെന്താ താഴ്ചക്ക് പറ്റിയിരിക്കുന്നത്. ഈ പക്ഷേ ഞാൻ പറയും ഞങ്ങളുടെ മോലാലിക്ക് ലാശം തല്ലിരുണ്ട്. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഞങ്ങൾ പണിക്ക് കയറിയത്. 3 മണി തൊട്ട് കയറി നേരെ പട്ടിക അടിക്കാം എന്നുള്ള തീരുമാനം എടുത്തു. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫ്രണ്ടും ബാക്കും പട്ടിക അടിച്ച് തീർത്ത് ഇറങ്ങി ഞങ്ങൾ. കൈക്കോടികളൊക്കെ എല്ലാ കോർണറിലും വയ്ക്കാനുണ്ട്, അതൊക്കെ നാളെ വയ്ക്കുള്ളൂ. 4 പേരും കൂടി 1 ദിവസം കൊണ്ട് ഇത്രയ്ക്ക് ആക്കി നിർത്തി പോന്നു. ബാക്കി നാളെ. നമസ്കാരം ചങ്ങാതിമാരെ. അങ്ങനെ ഒന്നും ഇവിടുത്തെ ഫ്രെയിം വർക്ക് കഴിഞ്ഞു. ഇനി ചെറിയ ടച്ചിങ് വർക്കുകൾ, പെയിൻറ്റ് ടച്ചിങ്, പിന്നെ അങ്ങനത്തെ ചെറിയ പരിപാടികളുള്ളൂ. മിക്കവാറും നാളെ തൊട്ട് ഓടി തുടങ്ങും. പിന്നെ അങ്ങനെ പല്ലിങ് പരിപാടികളൊക്കെ അടിച്ച് സെറ്റായി ഇറങ്ങാണ്. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ചധികം നേരം വരെ പണിത്. ഒരു 12 മണി കഴിഞ്ഞോട് കൂടി ഒരു പണിത്. ഇവിടെ ഇത്തിരി ചൂട് കുറവുണ്ട്, തണലും കാര്യങ്ങളുള്ള കാരണം. പിന്നെ ചൂട് കൂടുതലുള്ളതുകൊണ്ട് ആഴ്ചയിൽ ഞങ്ങൾ 4 ദിവസം പണിയാക്കിയാലോ എന്ന് ബാങ്കുകാരായിട്ട് ആലോചിച്ചു. പക്ഷെ അവർക്ക് സന്തോഷമായി. കാരണം അവർക്ക് അടവ് തെറ്റിയ അവർക്കാണല്ലോ മെച്ചം. കിട്ടുന്നതിൻ്റെ നല്ലൊരു പങ്ക് അവർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്കുകാരായിട്ടൊന്ന് ആലോചിച്ചത്. പിന്നെ 3 പേരുണ്ടായിരുന്നുള്ളൂ. ആശാൻ ഇന്ന് ലീവായിരുന്നു. രാവിലെ തന്നെ ചെന്ന് ഇന്നലെ അടിച്ച പട്ടികയുടെ പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു, അത് ചെയ്ത് തീർത്തു. അതിനുശേഷം 2 മെയിൻ കോടിയും പട്ടിക അടിക്കാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് കുറച്ച് ചെറിയ കോടികൾ 4 കോർണറിലായിട്ട് കൊടുക്കാണ്ടായിരുന്നു, അത് കട്ട് ചെയ്തടിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും പട്ടിക അടി കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം കുറച്ച് ഫുൾ വെൽഡിങ് ചെയ്ത് ബലപ്പെടുത്തി. നാളേക്ക് കുറച്ച് വെൽഡിങ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ട്. അത് ഉച്ചയോടുകൂടി കഴിഞ്ഞ് ഉച്ചയോടുകൂടി ഒരു സൈഡിൽ നിന്ന് ഓട് കയറ്റി തുടങ്ങാം എന്ന് കരുതുന്നു. ഇവരും ഓട് പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. കുറച്ച് ഓട്, ഈ വല്ലാണ്ട് വൃത്തികേടായ ഓട് ഒരു വെള്ളത്തിലടിച്ച് കഴുകുന്നുണ്ട്. നമ്മൾ ഇറക്കണ സമയത്ത് ശ്രദ്ധിച്ചപ്പോൾ 2 തരം ഓടെ കണ്ടുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഷീറ്റാണ് അടിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്തൊരു ഷെഡും കൂടി ഉണ്ട്. അങ്ങനെ വേറെ കുറച്ച് പണികളുടെ അതിൻ്റെ ചുറ്റുപാടുണ്ട്. ബാക്കി നാളെ കാണാം. നമസ്കാരം. ഇന്ന് ഭരത സെറ്റിലാണ്, 3-ാം ദിവസമാണ്. ഏകദേശം ഓട് മേയറായിട്ടുണ്ട്. 2 സൈഡ് പെയിൻ്റ് അടിക്കുക കഴിഞ്ഞിട്ടുണ്ട്. 2 ആളുള്ളൂ, അതാണ് ഇത്തിരി പ്രശ്നം. പിന്നെ ചൂടൊന്നും ഇത്തിരി കൂടുതലുണ്ട്. ഇപ്പോൾ മഴക്കാരായി, പക്ഷേ നല്ല ചൂടായിരുന്നു. ഉച്ചരിഞ്ഞ് നമ്മൾ ഓടുമേച്ചിൽ ആരംഭിച്ചു. വീട്ടുകാർ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. അത് കാരണം ഓടുമേച്ചിൽ വളരെ വേഗത്തിലായിരുന്നു. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ ഒരേ മോഡലാണെങ്കിലും ഓടിൻ്റെ വീതി നീളമൊക്കെ വളരെ വ്യത്യാസങ്ങളായിരുന്നു. അത് കാരണം ഒരുപാട് തെരച്ചിലിൻ്റെ ആവശ്യങ്ങൾ വന്നു ഗാഡി ശരിക്കും ഇരിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഏകദേശം 7-8 വരിയോളം ഓടുമേഞ്ഞ് എത്തിച്ച് ഞങ്ങൾ പോന്നു മുഴുവനോട്. ഇനി നാളെ ചെന്ന് നല്ല രീതിയിലൊരു തെരച്ചിൽ വേണം, ഒരേപോലത്തെ ഓടുകൾ ഓരോ സൈഡിലായിട്ട് മേയാൻ. പിന്നെ ഓട് കുറച്ചും കൂടി വേണ്ടി വരും തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ കാണാം. നാളെ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം ചങ്ങാതിമാരെ. ഇന്ന് 4 പേരും കൂടി രാവിലെ തന്നെ ചെന്ന് മുഴുവനോട് അങ്ങോട്ട് മേഞ്ഞങ്ങോട്ട് തീർത്തു. അതിനുശേഷം ഈ സൈഡിലത്തെ കംതടി അങ്ങോട്ട് അടിച്ചു. ഫുള്ളോട് മേഞ്ഞ് കഴിഞ്ഞ് ആശാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. എന്നിട്ട് രണ്ടാമത് കയറിയിട്ടാണ് ആ കംതടിച്ചത്.
പിന്നെ ഇന്ന് ചൂട് വളരെ കുറവായിരുന്നു. നല്ല രീതിയിൽ മഴക്കാരുള്ള കാരണം 2 തുള്ളി വീഴുകയും ചെയ്തു. അത് കാരണം നല്ല സുഖമായിട്ട് പണിയാൻ പറ്റി. വെയിലുണ്ടെങ്കിലും ചൂട് കുറവായിരുന്നു. അങ്ങനെ ഇന്ന് ഓടൊക്കെ മേഞ്ഞ് 4 സൈഡും 4 കോടിയുമ്പോഴും കമ്പത്തൊക്കെ അടിച്ച് വൈകുന്നേരം ലേശം ലേറ്റായി, ഒരു 6-6:30 ആയപ്പോൾ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇനി ഷീറ്റിൻ്റെ വർക്ക് ഉണ്ട് ഇവിടെ. അതിന് നാളെ മെറ്റീരിയൽ വരുള്ളൂ. അത് കാരണം മറ്റന്നാളോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് പണി നടക്കുള്ളൂ. അങ്ങനെ പരിപാടി അവസാനിപ്പിച്ച് ഇന്ന് അവിടെ നിന്ന് പോന്നു ഓടിൻ്റെ.